അനിൽബോസിന് ഈ സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ട കാര്യം എന്ത്? രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത് ശബരിമല വിഷയത്തിൽ? നിങ്ങൾ സംസാരിച്ചപ്പോഴൊന്നും ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇല്ല, സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ പാടുണ്ടോ? അദ്ദേഹത്തിന് അനുവദിച്ച സമയമാണ്. ഓക്കെ, എനിക്ക് തന്ന സമയമാണത്. പെട്ടെന്ന് എന്നെ തടസ്സപ്പെടുത്തിയതുകൊണ്ടല്ലേ? അല്ലെ ഞാൻ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നല്ലോ. ശരി, നമുക്കത് നല്ല രീതിയിൽ പോവാം. അപ്പോ ഈ അനിൽ ബോസെ, രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുക? രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം എന്തായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച്? എന്തായിരുന്നു? അപ്പോ ഇവിടെ സംഘപരിവാറിന്റെ അഭിപ്രായം അന്നും ഇന്നും ഒരേപോലെ. അതായത് ക്ഷേത്ര വിഷയങ്ങൾ, വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയോ പോലീസോ അല്ലെങ്കിൽ സർക്കാരോ അല്ല. അത് തീരുമാനിക്കേണ്ടത് ആചാര്യന്മാരാണ്, പണ്ഡിതന്മാരാണ്. ഈ കാര്യം അന്ന് ഈ പറയുന്ന ജന്മഭൂമിയിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പി ഗോപാലൻകുട്ടി മാഷിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വായിക്കൂ. കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് സംഘടനയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തികൾ പല നിലപാട്. എന്റെ അഭിപ്രായം എന്താ? വ്യത്യസ്തമായ നിലപാടുണ്ട്. വ്യക്തികൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. പക്ഷെ സംഘടന ഒരു നിലപാടെടുത്തു. ശബരിമല കർമ്മസമിതി ഒക്ടോബർ 8 രൂപീകരിച്ചു. ആ ഒക്ടോബർ 8 സെപ്റ്റംബർ 28 വിധി വരുന്നു. ഒക്ടോബർ 8 ശബരിമല കർമ്മസമിതി രൂപീകരിക്കുന്നു. തുടർന്നുള്ള രീതി എന്താ? ഈ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരം നാമജപ ഘോഷയാത്രയായിട്ട് മറ്റെല്ലാ സമരവും. ഞാൻ അനുഭവത്തോട് ചോദിക്കട്ടെ, അനുഭവത്തെ ഈ രഹാന ഫാത്തിമയ്ക്ക് എന്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തിന് വരാൻ കഴിയാതെ പോയത്? ആരാണ് അവിടെ തടഞ്ഞത്? സംഘപരിവാർ പ്രവർത്തകരെ അവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന സ്ത്രീകൾ, നമ്മുടെ തൃപ്തി ദേശായി നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം ആര് മുഖേനയാ? നിങ്ങൾ പറയുന്ന ഗുണ്ടായുസം കാണിച്ചിട്ടല്ല. നാമജപഘോഷയാത്ര ശരണം വിളിച്ചുകൊണ്ട് തൃപ്തി ദേശായിയെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. ബാബുജി, ഞാൻ കാണിച്ചെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ തെരുവിൽ പോരാടാണ് ഇറങ്ങിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പോയി അവര് പോരാടി എന്ന് പറഞ്ഞപ്പോഴാണ്. അതല്ല, നാമജപ ഘോഷയാത്ര വേറെ, അക്രമം വേറെ. രണ്ടിനെ രണ്ടായിട്ട് കാണും. അക്രമം വേറെ, നാമജപ ഘോഷയാത്ര വേറെ. രണ്ടിനെ രണ്ടായിട്ട് കാണും. ഞങ്ങളുടെ പ്രവർത്തകരെ മൃഗീയമായി നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ ആക്രമിക്കുന്നുണ്ടെന്ന് സാർ, ഞങ്ങൾ ആരെയാണ്? ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ശബരിമല വിഷയം ഇനിയും ചർച്ച ചെയ്യണം. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒറ്റ കാര്യം കൂടി ഞാൻ അനിൽബോസിനോട് പറയാനുള്ളത്, അദ്ദേഹം രാമക്ഷേത്രത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. രാമക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു. അനുബോസിനോട് കേട്ടോളൂ. അനുബോസെ, അങ്ങയുടെ കോൺഗ്രസ് നേതാവ് കമൽനാഥ് 11 വെള്ളിയിഷ്ടികയാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ദാനം സമർപ്പിച്ചത്. 11 വെള്ളിയിഷ്ടിക. അങ്ങത് മറക്കണ്ട. കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ അയോധ്യ പ്രക്ഷോഭത്തില് അല്ലെങ്കിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബാബു, ഞാൻ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് തർക്കവാദം ഉന്നയിച്ചില്ല. ഞാൻ. നിങ്ങൾ എന്തായി പറയുന്നത്? അയോധ്യ രാമക്ഷേത്രം അതിനകത്ത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ അത് ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ശരിയല്ലെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സമയ പരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്.